بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد. സൂറത്ത് സാദിലെ 55 മുതൽ 61 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായും അറിയേണ്ട തജ്വീദ് നിയമങ്ങൾ സൂചിപ്പിക്കാം. അവിടെ വഖഫ് ചെയ്യാം, ജായിസാണ്, ചേർത്തോതുകയുമാവാം. وَإِنَّ لِلطَّاغِينَ وَإِنَّ നൂൻ മുശദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. ലിത്വാഗീന, ത്വാഇനും അലിഫിനും തഫ്ഖീം പൂർണ്ണമായി നൽകി തടിപ്പിച്ചോദണം. ലിത്വാഗീന, ഗൈനിന്റെ കസ്ർ ശ്രദ്ധിക്കേണ്ടതാണ്, കുറഞ്ഞ തഫ്ഖീം മാത്രമാണ്. ഗൈനിന് കുറഞ്ഞ തഫ്ഖീം മാത്രമാണ് നൽകുക. ലശർറ മആബ്, ലശർറ, റാഇന് പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക. റാ ഷദ്ദുള്ള അക്ഷരമായതിനാൽ തക്രീർ കൂടുതൽ വരാതെ സൂക്ഷിക്കേണ്ടതാണ്. ലശർറ എന്ന് മാത്രമേ ഉച്ചരിക്കുള്ളൂ. തഫ്ഖീമോടുകൂടി തടിപ്പിച്ചോതേണ്ട അക്ഷരമാണ് റാ. മആബ്, മആബ്, ബാഇൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. ജഹന്നമ യസ്ലൗനഹ, ജഹന്നമ, നൂൻ മുശദ്ദദ, ശ്രദ്ധ നൽകപ്പെട്ട നൂൻ മണിക്കുക. യസ്ലൗനഹ, അതിൽ സ്വാദിന് മാത്രം തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ചോദണം. യസ്ലൗനഹ ഫബിഅ്സൽ മിഹാദ്, ഫബിഅ്സൽ മിഹാദ്, ശ്രദ്ധിച്ചോതുക. ഫബീസ എന്ന് ഹംസ വ്യക്തമാക്കി പോവരുത്. അതുപോലെ അൽ മിഹാദ്, ദാലിൽ ഖൽഖല കുബ്ര കൊടുത്ത് വഖഫ് ചെയ്യണം. ഹാദാ, ഹാദാ ഫൽയദൂഖൂഹു, ഖാഫിന് മാത്രം തഫ്ഖീമുണ്ട്, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീമില്ല. ഹമീമു വഗസ്സാഖ്, ഹമീമുൻ എന്ന തൻവീനിനെ ഇദ്ഗാം ബിഗുന്ന ചെയ്ത് വാവിലേക്ക് ലയിപ്പിച്ച് മണിച്ചോദണം. ഹമീമു വഗസ്സാഖ്, ഗൈനിന് പൂർണ്ണമായ തഫ്ഖീം. ഖാഫിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യുക. തഫ്ഖീമും ഖൽഖലയും ഒരുമിച്ച് ശ്രദ്ധിക്കേണ്ട സന്ദർഭമാണ്. വഗസ്സാഖ് وآخر من شكله, آخر, ഖാഇനും റാഇനും തഫ്ഖീം കൊടുക്കണം. മിൻ ശക്ലിഹി, നൂനിനെ ഇഖ്ഫാ ചെയ്ത് മറച്ചു മണിക്കുക, ഇഖ്ഫാ ഹഖീഖി. ശക്ലിഹി മദ്ദുസ്സില അൽ കുബ്ര നൽകി. ഹാ ഉദ്ദമീറിനെ 4-5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ്. മദ് മുൻഫസിലിന്റെ വിധിയാണ്. അസ്വാജ്, ജീമിൽ ഖൽഖല കുബ്ര നൽകി വഖഫ് ചെയ്യണം. ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കി ഉച്ചരിക്കുക. ഹാദാ ഫൗജും മുഖ്തഹിമും മഅകും, ഹാദാ ഫൗജുൻ, തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കണം. ഫൗജും
മുഖ്തഹിം മുഖ്തഹിം. ഖാഫിന് തഫ്ഖീമും ഖൽഖലയും, അതായത് ഖൽഖല മുഫഖമ, ഖൽഖല സുഗ്റയാണ്. മുഖ്തഹിമും മഅകും. തൻവീനിനെ മീമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുക. ഇദ്ഗാം ബിഗുന്ന കാമിൽ. മഅകും ലാ മർഹബ. മഅകും സാക്കിന മീം ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. ലാ മർഹബൻ ബിഹിം. തൻവീനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. വഖഫ് ചെയ്യൽ ജായിസാണ് അവിടെ. ഇന്നഹും അവിടെ ചേർത്ത് ഓതുകയാണെങ്കിൽ സാക്കിന മീമിന്റെ ഇൽഹാർ ഷഫവി ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്നഹും സ്വാലു. ഇന്നഹും നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂൻ മണിക്കുക. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കുക. സ്വാലു, സ്വാദിനും അലിഫിനും തഫ്ഖീം കൊടുക്കണം പൂർണ്ണമായി. അപ്പോൾ ഇന്നഹും സ്വാലുൻ നാർ. തെറ്റാൻ ചാൻസ് ഉള്ള ഒരു പദമാണ്. സ്വാലു എന്നുള്ള വാവ് ഉച്ചാരണത്തിൽ ഉണ്ടാവുകയില്ല. ഇൽത്തിഖാ സാക്കിനൈന് വേണ്ടി വാവിനെ ഹദ്ഫ് ചെയ്യുന്നതാണ്, ഒഴിവാക്കിയാണ് ഓതേണ്ടത്. രണ്ട് സുക്കൂനുകൾ അടുത്തു വരുന്നു എന്ന കാരണത്താൽ സ്വാലു എന്ന വാവിൻ്റെ സുക്കൂനും അന്നാറിലെ ഹംസ പോകുമ്പോൾ ഉണ്ടാകുന്ന ഉച്ചാരണത്തിലെ നൂനിൻ്റെ സുക്കൂനും അത് ചേർന്ന് വരുന്നു. പരിഹാരമായി വാവിനെ ഹദ്ഫ് ചെയ്ത് ഒഴിവാക്കി സ്വാലുൻ നാർ. നൂൻ മുശദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. റായിൽ സുക്കൂൻ വരുന്നു, മുത്തത്തറിഫതായ റാ വഖഫിന് വേണ്ടി. റാഇൻ്റെ തൊട്ടു മുമ്പിൽ ഫത്ഹ വരുമ്പോഴുള്ള വിധി തന്നെയാണ്. ഫത്ഹനെ ദീർഘിപ്പിക്കുന്ന അലിഫാണെങ്കിലും തഫ്ഖീം ചെയ്യുക എന്നർത്ഥം. റായിന് തഫ്ഖീം ചെയ്തുകൊണ്ട് വഖഫ് ചെയ്യുക. ഖാലൂ ബൽ അൻതും. സാക്കിന നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക, മറച്ച് മണിക്കുക. അൻതും ലാ. സാക്കിന മീം വരുന്നു, ഇൽഹാർ ഷഫവിയാണ്. ലാ മർഹബൻ ബികും. അവിടെ ഇഖ്ലാബ് ചെയ്തോതുക നേരത്തെ വന്നു. ഈ പദം ബിഹിം എന്നവിടെ, ഇവിടെ ബിക്കും എന്നാണ്. ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് തൻവീനിനെ ഉച്ചരിക്കേണ്ടതാണ്. അൻതും വീണ്ടും സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിക്കുക. സാക്കിന മീമിനെ ഇൽഹാർ ഷഫവിയാണ് ചെയ്യേണ്ടത്. ഖദ്ദംതുമൂഹു, അവിടെയും സാക്കിന മീമുണ്ട്, ഇൽഹാർ ഷഫവി. ഖദ്ദം ദം ഖദ്ദംതുമൂഹു. ലന. ഖാഫിന് തഫ്ഖീം കൊടുക്കണം, ശ്രദ്ധിക്കുക. ഖദ്ദംതുമൂഹു. ലന ഫബിഅ്സൽ ഖറാർ. ഫബിഅ്സ അൽ ഖറാർ. ഖാഫ് റാ, റാഇൻ്റെ അലിഫ് ശേഷം റാ, എല്ലാം തുടരെയായി വരും. തഫ്ഖീമിൻ്റെ അക്ഷരങ്ങൾ വന്നിരിക്കുകയാണ്. തടിപ്പിച്ച് ഉച്ചരിക്കുക, തഫ്ഖീം ചെയ്ത് ഓതുക. അൽ ഖറാർ. ഖാലൂ റബ്ബന. വീണ്ടും ഖാഫും അലിഫും തഫ്ഖീം ചെയ്ത് തടിപ്പിക്കേണ്ട അക്ഷരങ്ങളാണ്. റാഇനും തഫ്ഖീം കൊടുക്കുക. ഖാലൂ റബ്ബന മൻ ഖദ്ദമ ലനാ. മൻ ഖദ്ദമ. സാക്കിന നൂൻ ഇഖ്ഫ ഹഖീഖി അവ്യക്തമാക്കി മണിച്ചോതുക. മണിക്കലിൽ തഫ്ഖീം വേണം. ഗുന്ന മുഫഖമ. ഖാഫിനും തഫ്ഖീം. മൻ ഖദ്ദമ ലനാ ഹാദാ ഫസിദ്ഹു. ഫസിദ്ഹു ദാലിന് ഖൽഖല സുഗ്റ,
ശബ്ദം ചലിപ്പിച്ച് ഹറക്കത്ത് പോലെ വ്യക്തമാക്കുക. ഹ ഉദ്ദമീറിൽ ദീർഘം വരില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക. ഫസീദുഹു എന്ന് പറയരുത്. തൊട്ടു മുമ്പിൽ സുക്കൂനുള്ളത് കൊണ്ട് ഹായിനെ ദീർഘിപ്പിക്കാതെ ഓതേണ്ടതാണ്. ഫസീദ്ഹു അദാബൻ ളിഅഫൻ. അദാബൻ തൻവീനിനെ ഇഖ്ഫാ ചെയ്ത് മണിച്ചുകൊണ്ട് ഓതണം. തഫ്ഖീമും വരും. അദാബൻ ളിഅഫൻ അവിടെ ഇഖ്ഫാ ചെയ്യുക, മറച്ച് മണിക്കുക. വീണ്ടും ളിഅഫൻ ആ തൻവീനും ഇഖ്ഫാ ചെയ്ത് ഉന്ന മുറഖഖ തർഖീഖോട് കൂടിയുള്ള ഉന്നത്ത് കൊടുത്ത് ഓതുക. ളിഅഫൻ ഫിന്നാർ. നൂൻ മുഷദ്ദദ ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കണം. റായിൽ തഫ്ഖീം കൊടുത്ത് തടിപ്പിച്ച് ഉച്ചരിച്ചുകൊണ്ട് വഖഫ് ചെയ്യേണ്ടതാണ്. ബാറകല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. هذا وإن للطاغين لشر مآب. جهنم يصلونها فبئس المهاد. هذا فليذوقوه حميم وغساق وآخر من شكله أزواج. هذا فوج مقتحم معكم لا مرحبا بهم إنهم صالوا النار. قالوا بل أنتم لا مرحبا بكم أنتم قدمتموه لنا فبئس القرار. قالوا ربنا من قدم لنا هذا فزده عذابا ضعفا في النار. بسم الله الحمد لله